വികാരങ്ങൾ സൃഷ്ടിച്ച് രസിപ്പിക്കുന്ന ഒരു കലയാണ് സംഗീതം. സമ്യക്കാകുന്ന ഗീതം, അതായത് നല്ല ഗീതം എന്നാണ് സംഗീതം എന്ന വാക്കിനർത്ഥം. സംഗീതം ദൈവികമാണെന്നും ബ്രഹ്മം നാദമയമാണെന്നും സാരസ്വത വീണയിലെ സപ്തസ്വരങ്ങളാണ് ഇതിന് അടിസ്ഥാനമെന്നും ഭാരതീയർ വിശ്വസിച്ചിരുന്നു. ശാസ്ത്രീയമായ ശ്രുതി, താളം, ഭാവം എന്നിവയാണ് സംഗീതത്തിന്റെ പ്രധാന ഘടകങ്ങൾ. പടിഞ്ഞാറൻ സംഗീതം, കിഴക്കൻ സംഗീതം എന്നീ രണ്ട് രീതിയിലാണ് ആഗോള സംഗീതത്തെ പൊതുവെ ഭൂമിശാസ്ത്രപരമായി വേർതിരിച്ചിരിക്കുന്നത്. വികാരങ്ങളുടെ ഭാഷയാണ് സംഗീതം. മനുഷ്യന്റെ സകല വികാരങ്ങളെയും ദുഃഖത്തെയും സംഗീതത്തിൽ കൂടി ആവിഷ്കരിക്കാൻ സാധിക്കും. ഇത് മനുഷ്യന് ശാന്തിയും സമാധാനവും കൈവരുത്തുന്നു. ജൂൺ 21 ലോക സംഗീത ദിനത്തോടനുബന്ധിച്ച് നമ്മുടെ സ്കൂളായ PK സത്യനേശൻ ഹയർ സെക്കൻഡറി സ്കൂളിലും ഇത്തരത്തിലൊരു മ്യൂസിക് പ്രോഗ്രാം സംഘടിപ്പിക്കുന്നു. ഈ പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. നമസ്കാരം, ഞാൻ വിജയ് കരുൺ. ഇന്ന് വേൾഡ് മ്യൂസിക് ഡേ ആണ്. ലോകമെമ്പാടുമുള്ള സംഗീതപ്രേമികളുടെ അവരുടെ സംഗീത സാന്ദ്രമായ ഓർമ്മകൾ ഉണർത്തുന്ന ഒരു ദിനമാണ് ലോക സംഗീത ദിനം. ഇന്നിപ്പോൾ എല്ലാത്തിനും വിശേഷ ദിവസങ്ങൾ നമുക്കുണ്ട്. നമ്മൾ പലതും ആഘോഷിക്കാറുമുണ്ട്. എങ്കിലും അതിൽ നിന്നുമൊക്കെ വേറിട്ട് നിൽക്കുന്ന ഒരു സർഗവിശേഷമാണ് തീർച്ചയായും സംഗീതം എന്നത്. പാശ്ചാത്യരാണ് സംഗീത ദിനമായി ഇത് തുടങ്ങി വച്ചിട്ടുള്ളതെങ്കിലും സംഗീതത്തിന് ഭാഷയില്ല എന്നതുകൊണ്ട് തന്നെ നമുക്കും ഈ ദിനം ഏറെ പ്രിയപ്പെട്ടതാകുന്നു. മ്യൂസിക് ഹാസ് നോ ലാംഗ്വേജ് ആൻഡ് ദെയർ ഈസ് നോ നീഡ് ഫോർ ഇറ്റ് എന്നാണല്ലോ. അപ്പോൾ ഭാഷാന്തരമായ ഒരു സർഗ പ്രതിഭാസമാണ് സംഗീതം എന്നതുകൊണ്ട് തന്നെ നമ്മെ എല്ലാവരെയും ഒരേപോലെ ആനന്ദിപ്പിക്കുന്ന ഒരു പ്രാധാന്യമാണ് ഈ ദിവസത്തിനുള്ളത്. എന്നെ സംബന്ധിച്ച് എൻ്റെ പരിമിതമായ സംഗീത മേഖലയിൽ നിന്നുകൊണ്ട് പാട്ടുകളെക്കുറിച്ചൊരു അഭിപ്രായം പറയണം എന്ന് തോന്നിയാൽ, എൻ്റെ കുട്ടിക്കാലം മുതൽ സംഗീതം കേട്ടറിഞ്ഞു തുടങ്ങുന്ന കാലം മുതൽ ഒട്ടൊക്കെ ഇപ്പോൾ തൊട്ടറിഞ്ഞു തുടങ്ങിയ ഈ കാലത്തും വളരെ മെലോഡിയസ് ആയിട്ടുള്ള ഗാനങ്ങളാണ് എൻ്റെ ഹൃദയത്തെ ഏറെ സ്പർശിക്കാറുള്ളത്. ഒരുപക്ഷെ സംഗീതത്തെ ആത്മാർത്ഥമായി സമീപിക്കുന്ന, ആസ്വദിക്കുന്ന എല്ലാ പേർക്കും അങ്ങനെ തന്നെ ആകണം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഏതൊരു കലയും, സംഗീതമെന്നല്ല ഏതൊരു കലയും നമ്മളെ ആത്മാർത്ഥമായി സ്പർശിക്കുമ്പോഴാണ് അത് ഉദാത്തമായ കലയാകുന്നത് എന്ന് ഞാൻ എവിടെയോ വായിച്ചിട്ടുണ്ട്. അത്തരത്തിൽ നല്ല പാട്ടുകൾ ആസ്വദിക്കുവാൻ കഴിയുക, നല്ല പാട്ടുകളെ വേറിട്ട് തിരിച്ചറിയുവാൻ കഴിയുക എന്നത് ഓരോ മനുഷ്യൻ്റെയും വിവേക ബുദ്ധിയിൽ ഊന്നി നിൽക്കുന്ന ഒരു കാര്യം കൂടെയാണ്. ഇന്നത്തെ തലമുറ നമ്മളൊരു പക്ഷേ പാട്ടുകളുടെ വഴിതെറ്റൽ, വഴുതിപ്പോകൽ ഒക്കെ ഒരുപാട് അനുഭവിക്കുന്നുണ്ട്. നല്ല പാട്ടുകളുടെ ഒരു പരിമിതമായ ഒരു അവസ്ഥ ഈ കാലത്തുണ്ട്. നമ്മളിപ്പോൾ പല ചാനലുകളിലൂടെയും അല്ലെങ്കിൽ പല ഷോസുകളിലൂടെയും ഒക്കെ കേൾക്കുന്നത് ഒരു കാലത്തെ മനോഹരമായ പാട്ടുകൾ തന്നെയാണ്. എത്ര തന്നെ നമ്മുടെയൊക്കെ മനസ്സ് പ്രക്ഷുബ്ധമാകുമ്പോഴും ഒരു തളിരിലയായി അല്ലെങ്കിൽ ഒരു മൃദുവായ ഒരു പൂ പോലെ നമ്മുടെ മനസ്സിനെയൊക്കെ തരളിതമാക്കുന്ന ഒരു കാലത്തെ പാട്ടുകളാണ് ഇന്നും എൻ്റെ മനസ്സിലുള്ളത്. അത്തരത്തിലുള്ള പാട്ടുകൾ ഒരുക്കുന്നതിലാണ് ഞാൻ എപ്പോഴും ശ്രദ്ധ വയ്ക്കാറുമുള്ളത്. പുതിയ തലമുറയിലെ കുട്ടികളും ആ നിലയ്ക്കുള്ള പാട്ടിൻ്റെ വൈവിധ്യങ്ങളെ ഉൾക്കൊള്ളുന്നതോടൊപ്പം തന്നെ മനോഹരമായ പാട്ടിൻ്റെ സഞ്ചാരങ്ങളിലെ മെലഡികളൊക്കെ ആസ്വദിക്കുകയും ആ നിലയ്ക്ക് പാട്ടുകളെ വേർതിരിച്ച് വിലയിരുത്തുവാനുള്ളൊരു സർഗശേഷി ഉണ്ടാക്കിയെടുക്കുകയും വേണമെന്നാണ് ഈ PK സത്യനേശൻ ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികളോടും എനിക്ക് പറയാനുള്ളത്. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ മനസ്സത്രയേറെ കലുഷിതമാകുന്ന സാഹചര്യത്തിലും ഒരുപാട് സ്ട്രെസ് നമ്മൾ അനുഭവിക്കുമ്പോഴും ആർദ്രമായ ഒരു സംഗീതം നമ്മുടെ മനസ്സിനെയും ഹൃദയത്തെയും തഴുകുന്നതിനപ്പുറം ഒരു ആശ്വാസം മറ്റൊന്നില്ല. അങ്ങനെയുള്ളൊരു വലിയൊരു അദ്ഭുത മാന്ത്രികത ഉള്ള ഒരു സർഗവിശേഷ കലയാണ് തീർച്ചയായും സംഗീതം. എൻ്റെ ഓർമ്മയിൽ നിന്നുകൊണ്ട് എന്നെ കുട്ടിക്കാലത്ത് ഒരുപാട് സ്വാധീനിച്ച പാട്ടുകളിൽ ഈ ദിവസത്തിൻ്റെ പ്രത്യേകത വെച്ചുകൊണ്ടൊരു 4 വരി പാടിക്കൊണ്ട് എൻ്റെ ആശംസ അറിയിക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നു. അരയന്നമേ ആരോമലേ
ദമയന്തിക്കായി ദൂതുമായി പോകയോ അരയന്നമേ ആരോമലേ. തീർച്ചയായും ഈ വളരെയേറെ പ്രതിസന്ധി നേരിടുന്ന ഈ കോവിഡ് മഹാമാരിയുടെ ഈ കാലഘട്ടത്തിലും ഒത്തിരി സന്നദ്ധതയോടുകൂടി എല്ലാ സ്കൂളുകളിലെയും കുട്ടികളെ ഓൺലൈനിലൂടെ അവർക്കാകുന്ന തരത്തിലുള്ള അറിവുകളും എന്ന് വേണ്ട മറ്റ് കലാപരമായ സാംസ്കാരികപരമായ ഉദ്യമങ്ങളിലും ഏർപ്പെടുന്ന എല്ലാ രക്ഷിതാക്കളും കുട്ടികളും അധ്യാപകരും പ്രവർത്തകരുമൊക്കെ ചെയ്യുന്നത് വലിയൊരു നന്മയുള്ള ഒരു പ്രവൃത്തിയാണ്. കാഞ്ഞിരംകുളം PK സത്യനേശൻ ഹയർ സെക്കൻഡറി സ്കൂളിലെ എല്ലാ അധ്യാപകർക്കും എല്ലാ കുട്ടികൾക്കും അതുപോലെ അവരുടെ രക്ഷിതാക്കൾക്കും സംഗീത സാന്ദ്രമായൊരു സംഗീത ദിന ആശംസകൾ അറിയിക്കുന്നു. നന്ദി. ഇന്ന് ജൂൺ 21 ലോക സംഗീത ദിനമായി ആചരിക്കപ്പെടുന്നു. ഞാൻ ഈ PKS സ്കൂളിലെ ഒരു പൂർവ്വ വിദ്യാർത്ഥിയാണ്. ആദ്യമായിട്ട് തന്നെ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും രക്ഷകർത്താക്കൾക്കും സംഗീത ദിനത്തിന്റെ ആശംസകൾ അറിയിച്ചോളൂ. ഞാൻ ഡോക്ടറേറ്റ് നേടിയ ഒരാളാണ്, സംഗീതത്തിൽ ഡോക്ടറേറ്റ് നേടിയ ഒരാളാണ്. എനിക്ക് ഈ അടുത്ത കാലത്തായി 2 സ്വരങ്ങൾ കൊണ്ട് മാത്രം കമ്പോസ് ചെയ്ത ഒരു ഗാനത്തിന് ഇന്ത്യ ഗവൺമെന്റിന്റെ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിന്റെ ഒരു അവാർഡ് ലഭിക്കുകയുണ്ടായി. അങ്ങനെ പ്രത്യേകിച്ച് ഒരു സംഗീത കുടുംബത്തിലുള്ള ഒരാൾ കൂടിയാണ് ഞാൻ. അനേക പാട്ടുകൾക്ക് എനിക്ക് ഈണം നൽകാൻ കഴിഞ്ഞിട്ടുണ്ട്. എല്ലാവർക്കും എന്റെ ആശംസകൾ. എല്ലാവർക്കും നമസ്കാരം. ഞാൻ അജി ഫീൽഡ്. സംഗീതം അടുക്കും തോറും അകലം കൂടുന്ന സാഗരം. ഇന്ന് ജൂൺ 21, ലോക സംഗീത ദിനം, ദ ഡേ ഓഫ് മ്യൂസിക്. ഈ അവസരത്തിൽ വേൾഡ് ഡേ ഓഫ് മ്യൂസിക് ആഘോഷിക്കുന്ന കാഞ്ഞിരംകുളം PKS ഹയർ സെക്കൻഡറി സ്കൂളിലെ എല്ലാ അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും എൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. രാഗം വ്യക്തവും സുനിശ്ചിതമായ സ്വരസ്ഥാനങ്ങളിലൂടെ ശബ്ദസഞ്ചാരം കൊണ്ട് ഉണ്ടാവുന്ന സംഗീതമാണ് രാഗം. അതായത് ചിട്ടയെ ക്രമീകരിച്ചിട്ടുള്ള സ്വരസ്ഥാനങ്ങളിലൂടെ ശബ്ദം കടന്നു പോകുമ്പോൾ ഉണ്ടാവുന്ന വളരെ വ്യക്തമായ ഒരു ഈണം. താളം. സംഗീതത്തിന്റെ സമയക്രമത്തെയാണ് താളം എന്ന് പറയുന്നത്. സംഗീതത്തിന്റെ പിതാവ് താളവും മാതാവ് ശ്രുതിയുമാണെന്നാണ് സങ്കല്പിച്ചു വരുന്നത്. താളതൃകങ്ങളായ നൃത്തം, വാദ്യം, ഗീതം എന്നിവയെ കോർത്തണയ്ക്കുന്നതാണ് താളം. നാട്യശാസ്ത്രം 108 തരത്തിൽ താളം പ്രയോഗിക്കുന്നതിനുള്ള രീതി നിർദ്ദേശിക്കുന്നുണ്ട്. സംഗീതവും നൃത്തത്തിനും അടിസ്ഥാനമായ താളക്രമത്തെയാണ് നാട്യശാസ്ത്രത്തിൽ വിവരിക്കുന്നത്. ശ്രുതി. സമകാലിക ഭാരതീയ സംഗീത ശാസ്ത്രങ്ങളിൽ സാധാരണ മനസ്സിലാക്കുന്ന അർത്ഥത്തിൽ ശ്രുതി എന്നാൽ ഒരു ഗാനത്തിന്റെ തുടക്കം മുതൽ ഒടുക്കം വരെ സ്ഥായിയെ നിലനിൽക്കേണ്ടുന്ന നിശ്ചിത സ്വരങ്ങൾ മിശ്രണം ചെയ്ത ഒരു പശ്ചാത്തല ശബ്ദമാണ്. പക്ഷേ സംഗീതശാസ്ത്രത്തിന്റെ ഗൗരവമായ തലത്തിൽ നിയതമായ ആവർത്തി ബന്ധത്തിൽ തൊട്ടടുത്തുള്ള ഏതെങ്കിലും 2 സ്വരസ്ഥാനങ്ങൾക്ക് ഇടയിലുള്ള ഇടവേളകളെ പൊതുവായി വിളിക്കാവുന്ന പേരാണ് ശ്രുതികൾ. വിവിധ സംഗീത പാരമ്പര്യങ്ങളിൽ ഇവയുടെ എണ്ണം വ്യത്യാസമാണ്. ഒരു ഗാനത്തിന്റെ മാതാവാണ് ശ്രുതി. സംഗീതത്തിൽ ശ്രുതി മാതാ ലയ പിത എന്നതാണ് ആധികാരികമായ ചൊല്ല്.
തെക്കൻ തിരുവിതാംകൂറിൽ രൂപം കൊണ്ട ഒരു കഥാകഥന സമ്പ്രദായമാണ് വില്ലുപാട്ട്. വില്ല്, വീശുകോൽ, ഉടുക്ക്, കുടം, ജാലർ എന്നീ വാദ്യോപകരണങ്ങളാണ് വില്ലുപാട്ടിൽ പരമ്പരാഗതമായി ഉപയോഗിക്കുന്നത്. ഞാൻ ഇന്ന് നിങ്ങൾക്ക് മുമ്പിൽ പറയാൻ പോകുന്നത് കഥകളി സംഗീതത്തെക്കുറിച്ചും സോപാന സംഗീതത്തെക്കുറിച്ചുമാണ്. ഞാൻ ആദ്യം പറയുന്നത് കഥകളി സംഗീതത്തെക്കുറിച്ചാണ്. കഥകളി സംഗീതം കേരളത്തിലെ തനതായ ദൃശ്യകലാരൂപമാണ് കഥകളി. രാമനാട്ടം എന്ന കല പരിഷ്കരിച്ചാണ് കഥകളി ഉണ്ടായത്. കഥകളിയിലെ വേഷങ്ങൾ പ്രധാനമായും പച്ച, കത്തി, കരി, താടി, മിനുക്ക് എന്നിവയാണ്. ശാസ്ത്രക്കളി, പാക്യാർകൂത്ത്, കൂടിയാട്ടം, കൃഷ്ണനാട്ടം, അഷ്ടപതിയാട്ടം, ദാസിയാട്ടം, തെരുക്കൂത്ത്, തെയ്യം, തിറയാട്ടം, പടയണി തുടങ്ങിയ ക്ലാസിക്കൽ നാടൻ കലാരൂപങ്ങളുടെ അംശങ്ങൾ കഥകളിയിൽ ദൃശ്യമാണ്. 17-18 നൂറ്റാണ്ടുകളിലായി വികസിതമായ ഈ കലാരൂപം വരേണ്യ വിഭാഗങ്ങൾക്കിടയിൽ മാത്രം ഒതുങ്ങി നിന്നിരുന്നുവെങ്കിലും 20-ാം നൂറ്റാണ്ടിൽ മഹാകവി വള്ളത്തോൾ അടക്കമുള്ള ഉത്പതിഷ്ണുക്കളുടെ ശ്രമഫലമായി ഇന്ന് ലോകപ്രസിദ്ധം കൈവരിച്ചിരിക്കുന്നു. അടുത്തതായി ഞാൻ പറയാൻ പോകുന്നത് സോപാന സംഗീതത്തെക്കുറിച്ചാണ്. കേരളത്തിലെ ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട് അവതരിപ്പിച്ചു വരുന്ന ഒരു കലാരൂപമാണ് സോപാന സംഗീതം. നടയടച്ചു തുറക്കലിനാണ് സാധാരണയായി സോപാന സംഗീതം അവതരിപ്പിക്കാറുള്ളത്. അമ്പലവാസിമാരാർ, പൊതുവാൾ സമുദായത്തിൽപ്പെട്ടവർ സോപാന സംഗീതം സാധാരണയായി അവതരിപ്പിക്കുന്നത്. ഇടയ്ക്കെയാണ് സോപാന സംഗീതത്തിൽ സാധാരണ വാദ്യമായി ഉപയോഗിക്കുന്നത്. കേരളത്തിലെ മുസ്ലിങ്ങൾക്കിടയിൽ രൂപം കൊള്ളുകയും പ്രചാരത്തിലിരിക്കുകയും ചെയ്യുന്ന ഒരു സംഗീത ശാഖയാണ് മാപ്പിളപ്പാട്ട്. അറബി ചുവയുള്ള മലയാള ഭാഷയിൽ എഴുതപ്പെട്ട മുസ്ലിം ഗാനശാഖയാണിത്. മാപ്പിളപ്പാട്ടിന്റെ ഈണത്തിന്റെ താളക്രമത്തിന് ഇഷൽ എന്നാണ് പറയുന്നത്. ഹിന്ദുസ്ഥാനി സംഗീതം ഇന്ത്യയുടെ തനത് ശാസ്ത്രീയ സംഗീത പദ്ധതികളിലൊന്നാണ്. 13-14 നൂറ്റാണ്ടുകളിൽ വടക്കേ ഇന്ത്യയിലെ രാജസദസ്സുകളിലാണ് ഈ സംഗീത രൂപം പുഷ്ടി പ്രാപിച്ചത് എന്ന് വിശ്വസിക്കപ്പെടുന്നു. തെക്കേ ഇന്ത്യയിലെ ശാസ്ത്രീയ സംഗീത രൂപമായ കർണാടക സംഗീതം പോലെ തന്നെ ഹിന്ദുസ്ഥാനിയും രാഗം, താളം എന്നിവയെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. ഇതിന്റെ ഉത്ഭവത്തിന് പിന്നിൽ വിവിധ മതങ്ങളുടെ അനുഷ്ഠാന സംഗീതം കാരണമായിട്ടുണ്ട്. വൈദിക സംഗീതത്തിനു പുറമെ പേർഷ്യൻ സംഗീതത്തിന്റെ സ്വാധീനവും ഹിന്ദുസ്ഥാനിയിൽ പ്രകടമാണ്. ഇന്ത്യക്ക് പുറമെ പാകിസ്ഥാൻ, ബംഗ്ലാദേശ് എന്നിവിടങ്ങളിലും ഹിന്ദുസ്ഥാനി സംഗീതവും അതിന്റെ അവാന്തര വിഭാഗങ്ങളും പ്രചാരത്തിലുണ്ട്. തികച്ചും വേറിട്ട് നിൽക്കുന്ന സംഗീത ശാഖയാണ് പുള്ളുവൻ പാട്ടുകൾ. കേരളത്തിലെ ഹൈന്ദവ ജനതയുടെ അനുഷ്ഠാനങ്ങളുടെ ഭാഗമായി കാവുകളുമായി അഭേദ്യമായ ബന്ധമാണ് പുള്ളുവൻ പാട്ടിനുള്ളത്. സംഗീതത്തിന്റെ ഒരു വകഭേദമാണ് പാശ്ചാത്യ സംഗീതം. പടിഞ്ഞാറൻ സംഗീതം അല്ലെങ്കിൽ പാശ്ചാത്യ സംഗീതം എന്നത് തത്വത്തിൽ അറിയപ്പെടുന്നത് 9-ാം നൂറ്റാണ്ട് മുതൽ യൂറോപ്പിലും മറ്റും നിലനിന്നിരുന്ന പരമ്പരാഗത സംഗീതത്തെയാണ്. ഇതിന് പലതരത്തിലുള്ള മാറ്റങ്ങളും വന്നത് 1550 മുതൽ 1990 വരെയുള്ള കാലഘട്ടത്തിലാണ്. ആദ്യകാലങ്ങളിൽ യൂറോപ്യൻ സംഗീതം എന്നറിയപ്പെട്ടിരുന്ന ഇത് മറ്റു പല കിഴക്കൻ രാജ്യങ്ങളുടെയും സംഗീത രീതികളിൽ നിന്നും പോപ്പുലർ സംഗീതം അഥവാ പോപ്പ് മ്യൂസിക് എന്നറിയപ്പെടുന്ന പുതിയ രീതിയിൽ നിന്നും വ്യത്യാസപ്പെട്ടിരിക്കുന്നു. സ്വരങ്ങൾ, ശ്രുതി, വേഗത, മീറ്റർ, താളം എന്നിവ എഴുതി വയ്ക്കുന്നത് സ്റ്റാഫ് നൊട്ടേഷൻ എന്നറിയപ്പെടുന്ന രീതിയിലാണ്. 19-ാം നൂറ്റാണ്ട് വരെ വെസ്റ്റേൺ ക്ലാസിക്കൽ സംഗീതം എന്ന പേര് തന്നെ കാര്യമായി അറിയപ്പെട്ടിരുന്നില്ല. തുടർന്ന് ഇതിന്റെ തന്നെ ഭാഗങ്ങളായ ഓർക്കസ്ട്ര, ഓപ്പറ, സിംഫണി, ഡാൻസ് മ്യൂസിക് എന്നിവയിലും വളരെയധികം മാറ്റമുണ്ടായി. കർണാടക സംഗീതം ദക്ഷിണേന്ത്യയിൽ ഉടലെടുത്ത ശാസ്ത്രീയ സംഗീത ശാഖയാണ് കർണാടക സംഗീതം. മറ്റ് ഇന്ത്യൻ ശാസ്ത്രീയ ശാഖകളെ പോലെ രാഗവും താളവുമാണ് കർണാടക സംഗീതത്തിന്റെയും അടിസ്ഥാനം. കർണാടക സംഗീത കൃതികൾ ഭൂരിഭാഗവും മതപരമാണ്. അനുഗ്രഹീതരായ നിരവധി സംഗീത പ്രതിഭകളുടെ പരിശ്രമങ്ങൾ കൊണ്ട് ഈ സംഗീത സമ്പ്രദായത്തിന് ഇന്നും ലോകത്തിലെല്ലായിടത്തും വേരോട്ടമുണ്ട്.
അതിസമ്പുഷ്ടമായ ഒരു സംഗീത പാരമ്പര്യമുള്ള രാജ്യമാണ് നമ്മുടെ ഭാരതം. വൈദിക കാലത്തു തന്നെ ഭാരതത്തിൽ രൂപം പ്രാപിച്ച കലയാണ് സംഗീതം. ആ കാലത്ത് സംഗീതത്തെ മൊത്തത്തിൽ മാർഗി സംഗീതം, ദേശസംഗീതം എന്ന് രണ്ടായി വിഭജിച്ചിരുന്നു. മതാനുഷ്ഠാനങ്ങൾക്കും യാഗങ്ങൾക്കും പ്രയോഗിച്ചിരുന്ന സംഗീതം മാർഗി സംഗീതമാണ്. സാധാരണ ജനങ്ങൾ കൈകാര്യം ചെയ്യുന്ന സംഗീതമാണ് ദേശി. പേർഷ്യൻ, അഫ്ഗാൻ സംഗീത ശൈലികളുടെ സ്വാധീനതയിൽ ഉത്തരേന്ത്യയിൽ ഒരു സംഗീത പദ്ധതി ഉരുത്തിരിഞ്ഞു. അതാണ് ഹിന്ദുസ്ഥാനി സംഗീതം. ഭാരതീയ സംഗീതത്തിന്റെയും പേർഷ്യൻ മുഗൾ ശൈലിയുടെയും സമഗ്ര രൂപമാണ് ഇത്. രണ്ടായി പിരിഞ്ഞു ഒഴുകിയ ഭാരതീയ സംഗീതത്തിന്റെ മറ്റൊരു പ്രധാന ശാഖയാണ് കർണാടക സംഗീതം എന്നറിയപ്പെടുന്ന ദക്ഷിണേന്ത്യൻ സംഗീതം. രണ്ട് സംഗീത രീതികളുടെയും അടിസ്ഥാന ശാസ്ത്ര തത്വങ്ങൾ രാഗവും താളവുമാണ്. ആലാപന രീതിയിലെ വ്യത്യാസം കൊണ്ടാണ് രണ്ട് സംഗീത രീതികൾക്കും തനതായ വ്യക്തിത്വം കൈവന്നത്. ഓടക്കുഴൽ വായു ഉപയോഗിച്ച് ഊതി സംഗീതം പുറപ്പെടുവിക്കുന്ന ഒരു സംഗീത ഉപകരണമാണ് ഓടക്കുഴൽ. സാധാരണ സുഷിരവാദ്യങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഓടക്കുഴലിന്റെ ഒരു വശത്തുള്ള തുളയിലൂടെയാണ് സംഗീതം പുറത്തു വരുന്നത്. ഹാർമോണിയം സംഗീതത്തിൽ സ്വതന്ത്രമായി ഉപയോഗിച്ച് അവതരിപ്പിക്കുന്ന ഒരു കീബോർഡ് ഉപകരണമാണ് ഹാർമോണിയം. ഒരു കൈകൊണ്ട് കീബോർഡ് വായിക്കുകയും മറുകൈ കൊണ്ട് കാറ്റടിച്ചു കൊടുക്കുകയും ചെയ്യുന്നതിലൂടെയാണ് ഹാർമോണിയത്തിൽ ശബ്ദമുണ്ടാക്കുന്നത്. കാറ്റടിക്കുന്നത് കൈകൊണ്ടോ കാലുകൊണ്ടോ കാൽമുട്ടുകൊണ്ടോ ഉള്ള തരത്തിലുള്ള ഹാർമോണിയവും ഇപ്പോൾ നിലവിലുണ്ട്. സാക്സോഫോൺ അകം പൊള്ളയായതും നിശ്ചിത സ്ഥാനങ്ങളിൽ സുഷിരങ്ങളോ വാൾവുകളോ ഉള്ളതുമായ കുഴലുള്ള വളഞ്ഞ ഒരു സംഗീതവാദ്യമാണ് സാക്സോഫോൺ. മൗത്ത് പീസ് ചുണ്ടുകളോട് ചേർത്ത് വെച്ച് കാറ്റോതി കടത്തിയാണ് നാദം പുറപ്പെടുവിക്കുന്നത്. വീണ ഒരു ഭാരതീയ തന്ത്രിവാദ്യമാണ് വീണ. കർണാടക സംഗീത കച്ചേരിയിൽ പക്കവാദ്യമായും തനിച്ചും ഉപയോഗിക്കുന്നു. വളരെയധികം പഴക്കം അവകാശപ്പെടുന്ന ഈ വീണ എല്ലാ തന്ത്രിവാദ്യങ്ങളിലും വച്ച് തന്ത്രിവാദ്യങ്ങളുടെ മാതാവെന്ന് വിശേഷിക്കുന്നു. ഗിറ്റാർ ഗിറ്റാർ ഒരു സംഗീത ഉപകരണമാണ്. പല സംഗീത രൂപങ്ങളിലും ഗിറ്റാർ ഉപയോഗിക്കപ്പെടുന്നു. സാധാരണയായി 6 സ്ട്രിങ്ങുകളാണ് ഉള്ളത്. ബ്ലൂസ്, കൺട്രി, ഫ്ലമങ്കോ, റോക്ക് തുടങ്ങിയ സംഗീതങ്ങളിലും പോപ്പ് സംഗീതത്തിലുമാണ് ഗിറ്റാർ കൂടുതലായി ഉപയോഗിക്കുന്നത്. മൃദംഗം ശാസ്ത്രീയ സംഗീതത്തിൽ ഉപയോഗിക്കുന്ന താളവാദ്യോപകരണമാണ് മൃദംഗം. കർണാടക സംഗീത സദസ്സുകളിൽ സുപ്രധാനമായ പക്കമേളമാണിത്. ഹിന്ദുസ്ഥാനി സംഗീതത്തിൽ ഉപയോഗിക്കുന്ന ഡോലക്കിനോട് മൃദംഗത്തിനെ സാമ്യപ്പെടുത്തുന്നു. വയലിൻ തടിയും തന്ത്രികളും ഉപയോഗിച്ച് നിർമ്മിക്കപ്പെട്ടതാണ് വയലിൻ. തന്ത്രികളുടെ മുകളിലൂടെ ബോ ഉപയോഗിച്ചാണ് വയലിൻ വായിക്കുന്നത്. 17ാം നൂറ്റാണ്ടിലാണ് വയലിൻ ആദ്യം പ്രചാരണത്തിലെത്തിയത്. 4 തന്ത്രികളാണ് സാധാരണയായി വയലിനിലുള്ളത്. ഷഡ്ജം, പഞ്ചമം, മധ്യസ്ഥായി ഷഡ്ജം, മധ്യസ്ഥായി പഞ്ചമം എന്നിവയാണ്. പാശ്ചാത്യ ശൈലിയിൽ ഇതിനെ EADG എന്നിവ ക്രമീകരിച്ചിരിക്കുന്നു. തബല ഇന്ത്യൻ സംഗീതത്തിൽ പൊതുവെയും ഉത്തരേന്ത്യൻ ശാസ്ത്രീയ സംഗീതമായ ഹിന്ദുസ്ഥാനി സംഗീതത്തിൽ പ്രത്യേകിച്ചും ഉപയോഗിക്കപ്പെടുന്ന ഒരു കൊട്ടുവാദ്യമാണ് തബല. 13ാം നൂറ്റാണ്ടിൽ പേർഷ്യൻ കവിയായിരുന്ന അമീർ ഖുസ്രോ ആണ് ഈ വാദ്യത്തിന്റെ ഉപജ്ഞാതാവ് എന്ന് വിശേഷിക്കപ്പെടുന്നു. 18ാം നൂറ്റാണ്ടിൽ ഡൽഹിയിൽ ജീവിച്ചിരുന്ന ഉസ്താദ് സിത്താർ ഖാനാണ് ആദ്യമായി തബല ഉപയോഗിച്ചത്.
playing to jingle bells. तत्रागारं धनपतिगृहानुत्तरेणास्मदीयं दूरालक्ष्यं तोदमरदनुचारुणातोरणेन यस्योघान्ते हृदगदनय कान्दया वर्तितो मे हस्तप्राप्यस्तबगनमिदो बालमन्दारवृक्ष व्यापी चास्मिन् वरदगशिला बद्धसोपानमार्ग हैमे चन्ना कनकमुकुले दीर्घवैडूर्यनाळे यस्यास्तो ये कृतवसदयो
संसन्निकृष्टन् नद्या सिन्धि व्यभगदशुजस्त्वामभिप्रेषहंस नद्या सिन्धि व्यभगदशुजस्त्वामभिप्रेषहंस अपनी वफादार होगी जो शोहर की अपनी वफादार होगी जो शोहर की अपनी वफादार होगी वावरत की जन्नत की हकदार होगी वावरत की जन्नत की हकदार होगी जो शोहर की अपनी वफादार होगी जो शोहर की अपनी वफादार होगी जो शोहर की अपनी वफादार होगी वावरत की जन्नत की हकदार होगी वावरत की जन्नत की हकदार होगी। രേണുകേ നീരാഗരേണു കിനാവിന്റെ നീലക്കടമ്പിൽ പരാഗരേണു പിരിയുമ്പോഴേതോ നനഞ്ഞ കുമ്പിൽ നീളു നില തെറ്റി വീണ രണ്ടിലകൾ നമ്മൾ രേണുകേ നീരാഗരേണു കിനാവിന്റെ നീലക്കടമ്പിൽ പരാഗരേണു പിരിയുമ്പോഴേതോ നനഞ്ഞ കുമ്പിൽ നിന്നു നില തെറ്റി വീണ രണ്ടിലകൾ നമ്മൾ രേണുകേ നാം രണ്ടു മേഘശകലങ്ങളായി അകലേക്കു മറയുന്ന ക്ഷണഭംഗികൾ മഴവില്ലു താഴെ വീണുടയുന്ന മാനത്ത് വിരഹമേഘ ശ്യാമഘനഭംഗികൾ പിരിയുന്നു രേണുകേ നാം രണ്ട് പുഴകളായി ഒഴുകിയകലുന്നു നാം പ്രണയശൂന്യം ഓർമ്മിക്കുവാൻ ഞാൻ നിനക്കെന്തു നൽകണം ഓർമ്മിക്കണം എന്ന വാക്കുമാത്രം ഓർമ്മിക്കുവാൻ ഞാൻ നിനക്കെന്തു നൽകണം ഓർമ്മിക്കണം എന്ന വാക്കുമാത്രം. All those days watching from the windows, all those days outside looking in, all that time never really knowing just how blind I've been. Now I'm here blinking in the starlight. Now I'm here, suddenly I see. Standing here, it's all so clear. I'm where I'm meant to be. And at last I see the light. And it's like the fog has lifted. And at last I see the light. And it's like the sky is new. And it's warm and real and bright. And the world has somehow shifted. കണ്ണമ്മ സെൽവക്കളഞ്ചിയമേ ചിന്ന ചിറകിളി കണ്ണമ്മ സെൽവക്കളഞ്ചിയമേ എന്നെ കനിതേനുലകിൽ ഏற்றும் പൊരിയ வைத்தாய் என்னை கனிதேனுலகில் ஏற்றும் பொரிய வைத்தாய் சின்னஞ்சிறு கிளி கண்ணம்
कभी न तूने मुझे गम दिया, फिर मुझे क्यों तन्हा कर दिया। गुज़रते जो लम्हे प्यार का हमेशा तुझे अपने मान के, तो फिर तूने बदली क्यों अदा, ये क्यों किया। कभी जो बादल बरसे मैं देखूं तुझे आंखें भर के, तो लगे मुझे पहली बारिश की दुआ। तेरे पहलों में रह लूं मैं खुद को पागल के लूं, तू गम दे खुशियां साथिया। Lumi
കോവിഡ് എന്ന മഹാമാരി മൂലം നാം ഓരോരുത്തരും ദുഃഖത്തിലായിരിക്കുന്നുവല്ലോ. ഈ മഹാമാരിക്കിടയിൽ ഏവർക്കും സന്തോഷവും സമാധാനവും ഈശ്വരൻ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം PKS ഹയർ സെക്കൻഡറി സ്കൂളിലെ ഞങ്ങൾ ഓരോരുത്തരും നിങ്ങൾക്കായി ഇതാ സമർപ്പിക്കുന്നു